ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ചക്ക വറവിൻ്റെ റെസിപ്പിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം ഞാനൊരു പാത്രം എടുത്ത് വെച്ച് അതിലോട്ട് ചക്ക മുറിച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചക്ക ഞാൻ ഇതുപോലെയാണ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പയെല്ലാം നമ്മൾ നുറുക്കിയെടുക്കല്ലോ, ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ചക്കയെ നുറുക്കിയെടുക്കാൻ. അതുപോലെ നമ്മൾ നന്നായിട്ട് വിളഞ്ഞ നല്ലൊരു പൊടിയുള്ള തരം ചക്ക വേണം കേട്ടോ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാൻ. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തർ ഉപയോഗിക്കുന്ന ചക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിലോട്ട് ഉപയോഗിക്കുന്ന പച്ചമുളക് കൂട്ടുകയോ കുറക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും ഈ പച്ചമുളക് ഒന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ ഉപ്പും അതുപോലെ തന്നെ വെള്ളവും കൂടി മിക്സാക്കി എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു രീതി വേണം നിങ്ങൾ ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു രീതിയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതുപോലെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഉപ്പ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാത്ത പക്ഷേ ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഉപ്പ് വന്ന് നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. അടുപ്പിലോട്ട് വെച്ച് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് വരെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ 3-4 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതിനെ ഓപ്പണാക്കി എടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ വെള്ളമെല്ലാം തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മുകളിലുള്ള ചക്കയെ അടിയിലോട്ടും അടിയിലുള്ള ചക്കയെ മുകളിലോട്ടുമായിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിനെ അടച്ചു വെക്കാതെ ഇതുപോലെ ഒരു 2 മിനിറ്റ് നേരം ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്കിതിനെ ഇളക്കിയിട്ട് കൊടുക്കാം. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നല്ല രീതിയിൽ വേവെത്തി കിട്ടും. ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ കൂടുതലായിട്ട് കുഴഞ്ഞു പോകാനും പാടില്ല. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന തവി ഉണ്ടല്ലോ, മരത്തിൻ്റെ തവി വേണം ഉപയോഗിക്കാനായിട്ട്. എന്നാൽ ഇതിൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് ഇതേ അടുപ്പിലോട്ട് തന്നെ ഇതിനെ വറവിട്ടെടുക്കാനായിട്ട് പോവുക. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മളതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാൻ. കടുക് അതുപോലെ തന്നെ മുഴുവനായിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് വറ്റൽമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 8 വറ്റൽമുളക് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ചധികം വറ്റൽമുളകും കടുക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റൊക്കെ ആവും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില കൂടി ആവശ്യമുണ്ട്. കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ചധികം ഉപയോഗിക്കണം. ഇതൊരു ചക്ക വറവാണല്ലോ, അപ്പോൾ അതിലോട്ട് ഈ വറവാണ് കൂടുതലായിട്ട് ഫ്ലേവർ മുന്തി നിൽക്കേണ്ടത്. അപ്പോൾ അതിനായിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്കിത് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ചക്കയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നല്ല രീതിയിൽ ഇതിനെ മിക്സാക്കി കൊടുക്കണം. ഈ കടുകും ഈ വറ്റൽമുളകും കറിവേപ്പിലയും ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ നന്നായിട്ട് മിക്സാക്കി എടുത്ത് ഇതുപോലെ ചൂടോടുകൂടി സെർവ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ചൂടോടുകൂടി സെർവ് ചെയ്യുന്ന സമയം ഇതിൻ്റെ കൂടെ കുറച്ച് മീൻകറിയും അതുപോലെ തന്നെ കുറച്ച് ചുട്ടരച്ച ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആവട്ടോ. ഞാനിവിടെ ചുട്ടരച്ച ചമ്മന്തിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചക്ക വറവ് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്